ഞങ്ങളുടെ ലീഗൽ കറസ്പോണ്ടന്റ് ഷപ്ന സിയാദ് ചേരുന്നു. ഷപ്ന, ഈ പെരുമ്പാവൂരിൽ നമ്മൾ കണ്ടത് അത് മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഒരു തെറ്റായ കാര്യം അല്ല, പക്ഷേ ഇന്ത്യൻ നിയമപ്രകാരം അത് അത്യന്തം കുറ്റകരമായ ഒന്നുമാണ് അല്ലേ? കേരളത്തിൽ ഈ നിയമത്തിൻ്റെ അവസ്ഥ എന്താണ്? കേരളത്തിൽ ഇത്തരത്തിൽ 18 വയസ്സ് തികയാത്ത പെൺകുട്ടികളുടെ 21 വയസ്സ് തികയാത്ത ആൺകുട്ടികളുടെയൊക്കെ വിവാഹത്തെ കേരളത്തിൽ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്? ലക്ഷ്മി, അതിന് കൃത്യമായി ഹൈക്കോടതി തന്നെ ഈ അടുത്ത് ഇതിൽ വ്യക്തത വരുത്തിയിട്ടുണ്ട്. കാരണം നെടുമങ്ങാട് ഒരു ശൈശവ വിവാഹം നടന്നതുമായി ബന്ധപ്പെട്ട ഒരു സംഭവം നമുക്കറിയാം, വലിയ ചർച്ചയായിരുന്നു ആ വിഷയം. അത്തരത്തിലുള്ള കേസ് കേരള ഹൈക്കോടതിയിലെത്തുമ്പോൾ കേരള ഹൈക്കോടതി തന്നെ കൃത്യമായി പറഞ്ഞിരുന്നു, ശൈശവ നിരോധന നിയമപ്രകാരം 2006 ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം ഇത്തരത്തിൽ വിവാഹം കഴിക്കുന്നവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വ്യക്തി നിയമപ്രകാരമുള്ള കുറ്റം അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിന് നിയമസാധുതയുണ്ട്. കാരണം മുസ്ലിം വ്യക്തി നിയമപ്രകാരം ഇത്തരത്തിൽ പ്രായപൂർത്തി എത്തണം എന്നില്ല. പക്ഷേ രാജ്യത്ത് ഈ ശൈശവ നിരോധന നിയമം ഉള്ളതുകൊണ്ട് ആ നിയമപ്രകാരം ഈ വിവാഹം ചെയ്തു കൊടുക്കുന്ന രക്ഷാകർത്താക്കൾ, അതുപോലെ ഈ വിവാഹം ചെയ്യുന്നയാൾ, അയാൾ പ്രായപൂർത്തിയായതായിരിക്കും. അപ്പോൾ വിവാഹം ചെയ്യുന്നയാൾ, രക്ഷാകർത്താക്കൾ, ഇവരെല്ലാവരും കുറ്റക്കാരാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ സെക്ഷൽ ഒഫൻസ് എന്തെങ്കിലും, അതായത് വിവാഹത്തിന് ശേഷമുള്ള അത്തരത്തിൽ ഒഫൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോക്സോ ആക്റ്റും നിലനിൽക്കും. പോക്സോ നിയമപ്രകാരവും ഇവർ കുറ്റക്കാരാണ് എന്നാണ് കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ നിയമത്തിൽ തന്നെ ഒരു പ്രശ്നമുള്ളത്, കേരളത്തിൽ ഇത്തരത്തിലുള്ള നിയമം നിലനിൽക്കുമ്പോൾ തന്നെ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഈ അടുത്ത് തന്നെ ഇത്തരത്തിലൊരു നിയമം ഈ കേസിൽ വിധി പറഞ്ഞിരുന്നു. പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി പറഞ്ഞത് ഈ വ്യക്തി നിയമപ്രകാരം അവർ കുറ്റക്കാരല്ല, അത്തരത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതെന്നാണ്. സുപ്രീം കോടതിയിൽ ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഇപ്പോൾ നിലവിലുണ്ട്. ആ കേസിലൊരു അന്തിമ വിധി വന്നാൽ ഏതായാലും ഒരു ഏകീകൃതമായ നിയമമായി വരും. ഏതായാലും കേരളത്തിൽ ഇത് വലിയ കുറ്റം തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പോക്സോ ആക്ട് പ്രകാരവും അതുപോലെ ശൈശവ നിരോധന നിയമപ്രകാരവും കുറ്റകരമായ തെറ്റാണ് ഈ പെരുമ്പാവൂർ ഇപ്പോൾ നടന്നിട്ടുള്ളത്. ഇത് 2 വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണ് എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. ഷപ്ന, ഈ പോക്സോ വകുപ്പ് അത് വിവാഹം നടത്തി കൊടുക്കുന്നവർക്ക് ഒക്കെ ബാധകമാകുമോ? അതോ അതിനുശേഷം ഷപ്ന പറഞ്ഞത് പ്രകാരം അതിനുശേഷം എന്തെങ്കിലും കേസോ കാര്യങ്ങളോ പീഡനമോ മറ്റോ ഉണ്ടായാൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ലാതെ ഈ വിവാഹം നടത്തി കൊടുക്കുന്നതിന് ഇത്തരം വിവാഹങ്ങളെ ആ വകുപ്പിൻ്റെ പരിധിയിൽ പെടുത്തുമോ? ലക്ഷ്മി, അത് ഈ പോക്സോ നിലവിൽ വരുന്നത് ഏതെങ്കിലും സെക്ഷൽ ഒഫൻസ് എന്ന രീതിയിലുള്ള സംഭവങ്ങളിലേക്ക് വന്നാലാണ് പോക്സോ ആക്ട് പ്രകാരം കേസ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ ശൈശവ നിരോധന നിയമത്തിലെ വകുപ്പ് പ്രകാരം ഇത്തരത്തിൽ വിവാഹം ചെയ്തു കൊടുക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്നയാൾ, ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യാം എന്നാണ് കോടതികൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ കേസ് എടുക്കുന്നത്. പിന്നെ മറ്റൊന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇത് മുസ്ലിം വിഭാഗത്തിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വിവാഹം നടക്കുന്നത് എന്നാണ്. കേരളത്തിൽ തന്നെ ഈ ആദിവാസി വിഭാഗങ്ങളിൽ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വിവാഹങ്ങൾ നടക്കുന്നുണ്ട്. ഈ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന വിവാഹങ്ങളും ഇതേപോലെ തന്നെ പോക്സോ നിയമത്തിൻ്റെ പരിധിയിൽ വന്ന് അത്തരത്തിലുള്ള കേസ് വരികയും അതുപോലുള്ള വാർത്തകളൊക്കെ മാധ്യമങ്ങൾ വലിയ തോതിൽ ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല കേരളത്തിൽ നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരി ഷപ്ന.